കാർഷിക അറിവുകളും അനുഭവങ്ങളും ശ്രീ ഷാജി നമ്മോട് പങ്കുവയ്ക്കുന്നു. ഷിബു ജോർജാണ് ഷാജിയെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഷാജി, പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. എവിടെ നിന്നാണ് സാർ വരുന്നത്? സാറേ, ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞങ്ങളുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ പൊതുവെ ചുരുമണൽ പ്രദേശമാണ്. ഒരു കാർഷിക വ്യാവസായിക മേഖലയാണ് ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നത്. കാരണം പൊതുവെ പറയുകയാണെങ്കിൽ ഒരു ദാരിദ്ര്യ മേഖലയാണ് പണ്ട്. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ കൃഷിയൊക്കെ ചെയ്ത് ചുരുമണലിൽ വെല്ലുവിളിയാണല്ലോ. അതെ, 9 വർഷം ഒക്കെ ആയിട്ടുള്ളൂ ഞാൻ കൃഷി ചെയ്ത് നന്നായിട്ട് തുടങ്ങിയിട്ട്. പൂർണ്ണമായിട്ട് നല്ല ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ ആക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷമേ ഉള്ളൂ. ആദ്യം തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുപയോഗത്തിനുള്ള കൃഷി എന്നുള്ള പിന്നെ പച്ചക്കറി എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. പക്ഷെ ചെയ്തു വന്നപ്പം ശരിക്കങ്ങായി ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ വരെ അങ്ങനെ ആയി. എത്ര സ്ഥലത്തിലാണ് ഇപ്പോൾ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഞാനൊരു ശരിക്കും ഒരു 1.5 ഏക്കറിന് മേലിൽ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ചുരുമണൽ എന്ന് പറയുമ്പോൾ വെല്ലുവിളികൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ മണ്ണിനെയൊക്കെ ഒന്ന് നല്ലപോലെ പരിചരിച്ച് കഴിഞ്ഞിട്ടല്ലേ കൃഷി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പോൾ ചുരുമണൽ പ്രദേശം വളം ചെയ്താലും നേരെ താഴോട്ടങ്ങ് പോവും, വെള്ളം ചെയ്താലും താഴോട്ടങ്ങ് പോവും. അപ്പോൾ അവിടെ കൂടുതലും ചെയ്യുന്ന പറഞ്ഞാൽ ജൈവവള പ്രയോഗമാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് ആണ്. അതിപ്പോൾ ഞാൻ ഫസ്റ്റ് കപ്പ കൃഷിയാണ് ഞാൻ ചെയ്തത്. കപ്പ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു 55 സെൻറ്റിൽ അധികം ഞാൻ ചെയ്തിരുന്നു. ആദ്യം നമ്മൾ ചെയ്തത് ഓപ്പൺ ഫാമിംഗ് ആയിരുന്നു. അപ്പോൾ അത് സാധാരണ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വിളവ് കിട്ടി. പക്ഷേ നമുക്ക് എലിയുടെ ശല്യം കാരണം അതൊരു ഭയങ്കര ഭീഷണിയായിട്ട് മാറി. പിന്നെ നഷ്ടമല്ലെങ്കിലും എനിക്കത് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് വീണ്ടും ഞാൻ ഈ പ്രിസിഷൻ ഫാമിങ്ങിൽ തന്നെ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ച് എങ്ങനെ കൃഷി ചെയ്ത് വിജയിപ്പിക്കാം എന്നുള്ളൊരു ഐഡിയ ഉള്ളതല്ലേ. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എങ്ങനെയാണ് താങ്കൾ അത് ചെയ്തതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ബെഡ് റെഡിയാക്കി. ഒരു 1.5 മീറ്റർ അകലത്തിൽ ബെഡ് ഇങ്ങനെ റെഡിയാക്കിയിട്ട് ആദ്യം നമ്മൾ ചിലപ്പോൾ ഡോളോമേറ്റ് ഇടും, ചിലപ്പോൾ കുമ്മായി ഇടും. അപ്പോൾ ഇത് വേണം. ഇപ്പോൾ ഡോളോമേറ്റ് ആണെങ്കിൽ നമുക്ക് അതൊന്ന് ഇളക്ക് ശരിയാക്കി ഒരു 2 ദിവസം അങ്ങ് ഇട്ടേക്കും. അതിനുശേഷം നമ്മൾ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, അതായത് ട്രൈക്കോട്ടർമ ഒരു 90 കിലോ ചാണകപ്പൊടി, ഒരു 9 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ ട്രൈക്കോട്ടർമ, ഇങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് ഇത് ബെഡ് അങ്ങ് നിറച്ചങ്ങ് ഇടും. ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ചെറുതായിട്ട് നനച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് അതിൻ്റെ പുറത്ത് ജലസേചന സൗകര്യ ഡ്രിപ്പ് ഇറിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ്, അതായത് നമ്മളൊരു 40 സെൻറ്റിമീറ്റർ അകലത്തിൽ ഹോളുള്ള പൈപ്പുകളാണ്. അത് 40 സെൻറ്റിമീറ്റർ നമുക്ക് ആവശ്യമുള്ള അകലത്തിലിടാം. വ്യാസമുള്ള പൈപ്പായിരിക്കും. അത് വ്യാസം എന്ന് പറയുന്നത് അതൊരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഉണ്ട്, 12ൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ 12ൻ്റെതാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ വലിച്ചിടും. അപ്പോൾ 40 ആണെങ്കിൽ 40 സെൻറ്റിമീറ്റർ ഹോള്, 30 ആണെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഹോൾ, അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടതിന് ശേഷം 40 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 40 സെൻറ്റിമീറ്റർ അകലത്തിൽ. അപ്പോൾ